ഹായ്, ഹലോ. ഇന്നൊരു ഒരു മോർണിംഗ് വ്ളോഗാണ്. ഞങ്ങൾ ഇന്ന് എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിൽ വന്നു. വീട്ടിലുള്ള എല്ലാവരും കൂടി. അപ്പം ഞങ്ങൾ ഇന്ന് ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവാം. നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ കണ്ണൂരാണ്. എൻ്റെ സിസ്റ്ററിനെ പരിചയപ്പെടുത്താം. മീര ഇവിടെ കാപ്പി ഇടുകയാണ്. ഹായ്. ഇതാണ് എൻ്റെ സിസ്റ്റർ മീര. ഞങ്ങൾ രാവിലെ പനീർ കറിയും ചപ്പാത്തിയും ഉണ്ടാക്കാൻ പോവാണ്. ഞങ്ങളൊരു ഫാമിലി ഗെറ്റ് ടുഗദറൊക്കെ വരുമ്പോഴത്തേക്കും മെയിനായിട്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് പനീർ കറി. അപ്പം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാവരും കുറിച്ചോ കാപ്പി. ലെറ്റ്സ് സ്റ്റാർട്ട് അവർ പനീർ കറി. ഒരു പാൻ ചൂടാക്കിയ ശേഷം ബട്ടർ അല്ലെങ്കിൽ ഗീ, ഞാനിവിടെ ഗീ ആണ് എടുത്തിരിക്കുന്നത്, 2 ടേബിൾ സ്പൂൺ. റിഫൈൻഡ് ഓയിൽ 1 ടേബിൾ സ്പൂൺ. എണ്ണ ചൂടായ ശേഷം 1/2 ടീസ്പൂൺ ജീരകം, അത് പൊട്ടി തുടങ്ങുമ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ. അത് 7-8 സെക്കൻഡ് വഴറ്റുക. അതിനുശേഷം 2 സവോള ചെറുതായി അരിഞ്ഞതും ഉപ്പും കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. സവോള ഗോൾഡൻ കളർ ആകുന്നത് വരെ വഴറ്റുക. ഗോൾഡൻ കളർ ആയതിനു ശേഷം മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂൺ കളറിന് വേണ്ടി ചേർത്തതാണ്. ജീരകപ്പൊടി 1/2 ടീസ്പൂൺ. ജീരകപ്പൊടി കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഒരു പാനിൽ ജീരകം ചൂടാക്കണം. കരിഞ്ഞു പോകാതെ നമ്മൾ ശ്രദ്ധിക്കണം. അതിനുശേഷം ഇടികളിൽ ഇതുപോലെ പൊടിച്ചെടുക്കാവുന്നതാണ്. അതിനുശേഷം പച്ചച്ചുവ മാറുന്നത് വരെ 30 സെക്കൻഡ് വഴറ്റി. ഇതിലേക്ക് 2 തക്കാളി അരച്ചതും 1/2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. നന്നായി 1 മിനിറ്റ് വഴറ്റുക. ഈ ടൈമിൽ ആവശ്യമെങ്കിൽ 15 കാഷ്യൂ അരച്ച് ചേർക്കുന്നത് നല്ലതാണ്. അത് ഓപ്ഷണലാണ്. വഴറ്റിയതിനു ശേഷം 2.5 കപ്പ് ചെറു ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളം ചേർക്കുന്നതാണ് നല്ലത്. വഴറ്റി കഴിഞ്ഞ് പച്ചവെള്ളം ചേർക്കുന്നതിനേക്കാൾ ടേസ്റ്റ് കൂടുതൽ കിട്ടുക ചെറു ചൂടുവെള്ളം ചേർക്കുന്നതാണ്. അതിനുശേഷം ഗരം മസാല 1 ടീസ്പൂൺ, കസൂരി മേത്തി 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം പനീർ 1/2 കിലോയാണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. പനീർ ഇവിടെ നമുക്ക് തവയിൽ എണ്ണയൊഴിച്ച് ഫ്രൈ ചെയ്ത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഞാനിവിടെ ചെയ്തിരിക്കുന്നത് ചെറു ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് 15 മിനിറ്റ് പനീർ അതിൽ വെക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പനീറിൻ്റെ ടേസ്റ്റ് കൂടും. പനീർ ആഡ് ചെയ്ത് 5 മിനിറ്റ് വേവിച്ച ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. അതിനുശേഷം 1/4 കപ്പ് ഫ്രഷ് ക്രീമും മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 1/2 ടീസ്പൂൺ ഷുഗറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ തക്കാളിയുടെ ഒക്കെ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. പനീർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് ഈ പാനിൽ തന്നെ കറി ഇരുന്നൊന്ന് സെറ്റായ ശേഷം സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി ഞങ്ങൾ ലഞ്ചൊക്കെ കഴിഞ്ഞ് കണ്ണൂരിലെ തോട്ടട ബീച്ചിലേക്ക് പോവുകയാണ്. കണ്ണൂർ ടൗണിൽ നിന്നും ഏകദേശം ഒരു 8 കിലോമീറ്ററേ ഉള്ളൂ തോട്ടട ബീച്ചിലേക്ക്. NH66 നിന്നും ഏകദേശം ഒരു 2.5 കിലോമീറ്ററും. തോട്ടട ബീച്ച് വൃത്തിക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള ബീച്ചാണ്. ഇവിടെ വരുമ്പോൾ ഫീൽ ചെയ്യുന്നത് ഏകാന്തതയും ശാന്തതയും ഒക്കെയുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ്. കണ്ണൂരിലെ ഒരു ഹിഡൻ ബീച്ച് എന്നാണ് തോട്ടട ബീച്ച് അറിയപ്പെടുന്നത്. ഇവിടെ ഫോറിനേഴ്സ് ഒക്കെ പ്രിഫർ ചെയ്യുന്ന ബീച്ചാണിത്. നല്ല പ്രൈവസിയും കൂടാതെ സൺ ബാത്തിങ്ങിനും സ്വിമ്മിങ്ങിനും ഒക്കെ പറ്റിയ നല്ലൊരു ബീച്ചാണ് തോട്ടട ബീച്ച്.
വെള്ളത്തിലിറങ്ങി എൻജോയ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് നല്ല വൃത്തിയായിട്ടുള്ളൊരു ബീച്ചാണിത്. കുട്ടികളുടെ കാര്യം പറയണ്ടല്ലോ, അവർക്ക് വെള്ളത്തിൽ കളിക്കുന്നത് വളരെ ഇഷ്ടമാണ്. നമ്മുടെ മേൽനോട്ടത്തിൽ കുട്ടികളെ എൻജോയ് ചെയ്യിക്കാൻ പറ്റിയൊരു ബീച്ചാണ്. ഞങ്ങൾ വെള്ളത്തിലിറങ്ങി 1 അവറെങ്കിലും സ്പെൻഡ് ചെയ്യണമെന്ന് നേരത്തെ തീരുമാനിച്ചിരുന്നു. വെള്ളത്തിലിറങ്ങുമ്പോൾ എല്ലാവർക്കും ഒരു ചൈൽഡിഷ് മൈൻഡ് ആണല്ലോ. അതുകൊണ്ട് എല്ലാവരും വെള്ളത്തിലിറങ്ങുന്നു, ചാടുന്നു, ഫോട്ടോസ് എടുക്കുന്നു. എല്ലാവർക്കും നല്ല ഹാപ്പിനെസ്സും റിയലൈസേഷനുമാണ് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുമ്പോൾ. ടൈം പോകുന്നത് അറിയത്തേയില്ല. ബീച്ചിൽ തന്നെ പാറക്കെട്ടുകളുണ്ട്. അവിടെ നല്ല രസമാണ്. തിര കുറച്ച് ശക്തിയായിട്ടാണ് പാറകൾക്കിടയിലൂടെ വരുന്നത്. അതുകൊണ്ട് ആ വെള്ളത്തിൽ ഞങ്ങൾ കുട്ടികളെ ഇറക്കിയതേയില്ല. തോട്ടട ബീച്ചിനോട് ചേർന്ന് ധാരാളം ഹോം സ്റ്റേകളും റിസോർട്ടുകളുമുണ്ട്. നമുക്ക് ഫാമിലിയായും കപ്പിൾസായും ഫ്രണ്ട്സായിട്ടും ഒക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ബീച്ചാണ് തോട്ടട ബീച്ച്. ഞങ്ങൾക്ക് സ്റ്റേ ഷോർലൈൻ റിസോർട്ടിലായിരുന്നു. അവിടുത്തെ ആംബിയൻസും ഫെസിലിറ്റിയും ഹോസ്പിറ്റാലിറ്റിയും ഒക്കെ വളരെ നല്ലതായിരുന്നു. ബീച്ചിനോട് ചേർന്നുള്ള ഒരു റിസോർട്ടാണിത്. ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് നോക്കുമ്പോൾ കടൽ നന്നായി കാണാം. നല്ല കടൽക്കാറ്റും ഫീൽ ചെയ്യാം. വീഡിയോയിൽ കാണുന്നതിനേക്കാളും വളരെ ഭംഗിയാണ് ഇവിടെ നിന്നുള്ള വ്യൂസ്. ഇവിടെ നിന്നാൽ നമുക്ക് സൺസെറ്റും കാണാം. ഞങ്ങളുടെ 1 ഡേ സ്റ്റേ കഴിഞ്ഞ് രാവിലെയും ബീച്ചിൽ കുറേ നേരം എൻജോയ് ചെയ്ത ശേഷം ഞങ്ങൾ തിരിച്ചുപോയി. കുട്ടികൾക്കും ഫാമിലിക്കും ഒക്കെ നന്നായി എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ബീച്ചാണ് തോട്ടട ബീച്ച്. ഇന്നത്തെ വ്ലോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവരും ഹാപ്പിയായും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.